ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ന് കണ്ണൻ ഗെയിമിംഗ് എന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഗെയിമായിട്ട്. നമ്മുടെ ഗെയിമിൻ്റെ പേരാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു കമൻറ്റ് ചെയ്യണം നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരുമെന്ന്. അപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ സെക്കൻഡ് പാർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ഇത് കളിക്കാൻ വേണം, എന്നാ ടീമേറ്റായിട്ട് കളിക്കണ മാച്ച് കളിക്കാൻ വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ കൂടി കളിക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല എപ്പോഴത്തെ പോലെ. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ എൻ്റെ ഗണ്ണ് എന്നെ എൻ്റെ സ്കിന്ന് ഞാൻ മാറ്റല്ലേ ഗൈസ്. എനിക്ക് ഒരേ ഒരു സ്കിന്നുള്ളൂ, ആ സ്കിൻ അങ്ങോട്ട് എടുത്തിട്ടേക്കാം, അല്ലേ പിന്നെ മോശമല്ലേ ഗൈസ്. അപ്പം ആ സ്കിൻ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ മഴ പെയ്തെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ നിർത്തിയായിരുന്നു. കാണിച്ചു കഴിഞ്ഞാൽ നല്ല കിടിലം മഴയെന്ന് കേട്ടോ പെയ്തത്. ഏതൊരാൾ ഭ്രാന്ത് പിടിച്ച് വണ്ടി ഒഴിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ സ്കിന്നും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ആ സ്കിന്നും എടുത്തിട്ടേക്കാം. ചെറിയൊരു മഴ വേണ്ടല്ലേ, അത് മേടിക്കണ്ട, ഞാനത് ചെയ്തോളാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ബാക്ക് അടിച്ച് പോകാം. ഈ കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ കമൻറ്റൊന്നും വന്നില്ല വലുതായിട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നണല്ലേ, ഞാൻ നോക്കിയില്ല, നോക്കണം. എനിക്ക് തോന്നണത് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ നോട്ടിഫിക്കേഷൻ പോലെ എന്തോ ഒരു സാധനം വന്നു, അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് മാപ്പ്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. 5 പ്ലേയേഴ്സ് ഉണ്ട്. രണ്ടുപേരെ ഒരുമിച്ച് ഇല്ലെടുത്ത്. എനിമീസ് ഉണ്ടാകും നോർമൽ രീതി പോലെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കളിച്ച ഗെയിം പോലെ. എനിമീസിനൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യണം, നമ്മൾ കില്ലെടുക്കണല്ലോ. ഉണ്ട് നമ്മുടെ പ്ലെയർ ആണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ സ്വയം പൊക്കണതല്ല, ഇതെന്താണ് എനിക്ക് ഇവിടെ അറിയാം. നമുക്ക് ഇതിൻ്റെയൊക്കെ മേളിൽ കൂടി നടക്കാം. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ വരികയാണെങ്കിൽ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഞാൻ പറയണെങ്കിൽ നമുക്ക് ഈ വീഡിയോന്റെ പാട്ട് വേണമെങ്കിൽ കമന്റ് ഇട്ടോ, ഉറപ്പായിട്ടും കളിക്കും. അയ്യോ, എന്നെ ഉറപ്പായിട്ടും കൊന്നു. സ്കാർ ഇരിക്കണുണ്ട് അവിടെ, ചാരി അവിടെ ഇരിക്കും. പിന്നെ ഗണ്ണിൻ്റെ ഒക്കെ പേരറിയാമോ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ അകത്ത്? എനിക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ വെറുതെ ചോദിച്ചതാണ്. നിങ്ങൾക്കൊക്കെ ഈ ഗണ്ണിനൊക്കെ കുറിച്ച് വല്ലതും അറിയാം? വെറുതെ ഇരുന്ന് എൻ്റെ വീഡിയോ കാണിക്കുന്നു ഒരു പൊട്ടന്മാര്. അടുത്ത് സ്കാർ പിടിക്കുന്ന കൊന്ന് കളയും. നമ്മുടെ ചാടി അങ്ങോട്ട് അടിച്ചാൽ എടാ നന്ദി ഉണ്ടാടാ. എടാ എൻ്റെ കില്ല കുമ്മിയടാ, അവൻ പട്ടി. എൻ്റെ കില്ല കുമ്മിയാണ്. അപ്പോൾ ഇവൻ്റെ കില്ല് നമുക്ക് കുമ്മ പരിധിയില്ലാത്ത എൻ്റെ കില്ലുകൾ റാൻഡമായിട്ടായിരിക്കും കേട്ടോ ഒരാളുകൾ നമ്മുടെ കൂടെ ഇതിന് വന്നത്. ഇവിടെ വാൾ ഹാക്ക് ഈ ഗെയിമിൻ്റെ അത്ര പ്രശ്നം എന്താ പറയുക വയസ്സ്, നമ്മൾ പോലും വിചാരിക്കാതെ നമ്മളെ ആളുകളൊക്കെ കൊല്ലണ കാണാൻ നേരത്ത് നമുക്ക് പറഞ്ഞു കയറും. ഇവൻ എന്നോട് ഇവൻ്റെയൊക്കെ ബുള്ളറ്റിൻ്റെ അടി കിട്ടിക്കഴിഞ്ഞ് ചത്തുപോലെ മനുഷ്യൻ. ഇവൻ ഇനിക്കല്ലോ അവൻ 2 വട്ടം കൊന്നപ്പോഴാണ് നമ്മൾ അവനെ 1 വട്ടം കൊന്നത്. കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊന്ന് പറയണം കേട്ടോ ഗൈസ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത് വേറെ ലെവല് കാര്യങ്ങളാണ്. ആസിഫ് വേഴ്സസ് ആസിഫ് ചേട്ടനാണ്, എന്നെക്കാളും മൂത്തതാണ്. അടിപൊളി അടിയാണ് ഇവരുടെയൊക്കെ കാണാൻ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യണം ആരൊക്കെ ആരുടെയൊക്കെ ഫാനാണെന്ന്. ഞാൻ മെസ്സി ഫാനാണ് ഗൈസ്. മെസ്സി ഫാൻസൊക്കെ ലൈക്ക് ചെയ്യണം. റൊണാൾഡോ ഫാൻസൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം
ക്രിസ്ത്യാനോ ഫാൻസ് ഇത് വെക്കാം മാച്ച്. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണെന്ന് നോക്കാം. മെസ്സി ഫാൻസിന് ഇത് മെസ്സി ഫാൻസ് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ അതെ മാച്ച് തീരാറായി. റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണെന്ന് നോക്കാം. ഞാൻ ഉറപ്പായിട്ടും പറയാണ് ഇവർക്കായിരിക്കും, മെസ്സി ഫാൻസിനായിരിക്കും കൂടുതൽ ലൈക്കായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കൂടുതലും കിട്ടണത്. കൂടുതൽ കിട്ടണവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമ്മൾ 17 കില്ലെടുത്ത് കേട്ടോ, അടിപൊളി. ഇവിടെ കണ്ട റിവാർഡൊക്കെ കിട്ടും കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് റിവാർഡ് കിട്ടും. റിവാർഡ് ഇനി വേറെ നമുക്ക് വേണം ഒരു മാച്ചും കൂടി പോകാം. വേറൊരിടത്തും കൂടി കാണിച്ചു തരാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത മാച്ച് കാണിച്ചു തന്നെയല്ല കളിക്കണത്. ഓ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്ഥലമാണ്. ആദ്യമേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നത് BR കളിച്ചില്ലേ, അവിടെ എല്ലാം തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ട 2 സ്ഥലമാണ്. ഒരു മഞ്ഞുമല, ഒരു കാശ്മീർ പോലത്തെ ഒരു സ്ഥലമുണ്ട്, പിന്നെ ഈ സ്ഥലം. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഗ്ലിച്ച് കാണിച്ചു തരാം. ഒന്ന് കഴിഞ്ഞൊക്കെ നിങ്ങൾക്കൊരു ഗ്ലിച്ച് കാണിച്ചു തരാം. എന്നെ കൊല്ലല്ലേ പ്ലീസ്. കൊന്ന് അവനെയും കൊന്ന്. ഇവിടെ ഞാൻ കിടിലൻ പ്ലേ 3 പേരെ ഒറ്റക്ക് എടുത്തി ഞാൻ. ഇവന്മാരിപ്പന്നെ കൊണ്ടുപോകണം. ബ്രോ കണ്ണൻ ബ്രോ, യുവർ ലെജൻഡ് ബ്രോ. ഗൈസ്, ഞാൻ ആ ഗ്ലിച്ച് കാണിച്ചു തരാം കേട്ടോ. ഗ്ലിച്ചാണെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചാണ്. ഇതിൻ്റെ മേളിൽ കയറണം, ചിങ്ങാട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കൂടി നടക്കാം. എപ്പൊടി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കയറാൻ വേണ്ടി എനിക്ക് ഈ സാധനം ഉണ്ടാക്കിയിരിക്കണത്. നമുക്ക് ഇതിൻ വഴി ഇങ്ങനെ വന്ന് നമ്മൾ പ്രണവ് മോഹൻലാലേ ഗേസ്, നമ്മൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ ചാടി നടക്കുകയാണ്. പ്രണവല്ലേ, ഊട്ടുക്കത്തട്ടി എൻ്റെ പൊന്നെ. അവനടിച്ചു. അവൻ്റെ ഈ സ്കാർ എന്നെ കൊന്നവൻ. ഈ സ്കാറിനൊക്കെ അടിക്കണവർക്ക് ഭയങ്കര പവറാണ് കേട്ടോ. സ്കാറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് ചെയ്യാൻ വേണേ ഈ സൈഡിൽ എന്നെ ഇപ്പം കേൾപ്പിക്കാം നിങ്ങളെ. എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട്? കിടുക്കച്ചി സൗണ്ടാണ് അതിൻ്റെ. അതിട്ട് കളിക്കണം തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം. ലൂട്ട് ഈ സ്കാറിൻ്റെ ഒച്ച അടിപൊളിയാണ്. മറ്റേ ഭിത്തിയിൽ അടിക്കണ ഡ്രില്ലില്ലേ, അത് പൊട്ടിത്തെറിക്കാൻ വെച്ച് ഭിത്തിയായിട്ട് നോക്കി വെച്ചടിക്കുന്ന സൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ അടിക്കുന്നത്. ഇന്നത്തെ ആളുകളെ പറ്റിച്ച് പുറകിൽ പോയില്ല. ഈ മാച്ച് തീരുന്നതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ എൻ്റെ ആകുന്നതാണ്. ഇത് ചെറിയൊരു ഗെയിമാണ്, അത് കാരണമാണ് നമ്മൾ കുറച്ച് കളിക്കുന്നത്. ചേട്ടാ എടി, ഇവന് കണ്ണ് കാണാൻ വരുന്ന പ്രായമായിട്ട് കൊന്നു. എവിടെ ഒരു ഇത് ഓണാക്കിയ സൗണ്ട്, സ്പീക്കർ ഓണാക്കി. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ കേൾക്കണേ ബ്ലൂടൂത്ത് കണക്റ്റ് എന്നാണല്ലേ പറയേണ്ടത്. ബ്ലൂടൂത്ത് മെൽ ഇവന് കണ്ണ് കിടില്ല. നീ സീനോടാവേ. കൊള്ളാം, ഞാൻ സീന. ഇപ്പം ഈ വീഡിയോ ഉണ്ടാകുന്നതാണ് മിക്കവാറും. നമ്മളുണ്ടോ ഇപ്പം നമ്മൾ ജയിക്കും ഗൈസ്. നമ്മൾ 20 നമ്മൾ ലെജൻഡ് ഗൈസ്. ആടെ തന്നെ അടിച്ചിപ്പ കണ്ട ഗൈസ്, കണ്ട. ഇതാണ് പ്രശ്നം. മാപ്പിൽ ചിലപ്പോഴൊന്നും ഇവന്മാരൊന്നും കാണിക്കാറ്. ഈ വീടിൻ്റെ അതൊക്കെ കയറിയിരിക്കണ കാരണം മാപ്പിൻ്റെ അത് കാണിക്കാറ്. അതാണ് വരുന്നത്. ശിവനെ പേടിക്കണം നമ്മൾ. കറുപ്പ
എന്തിനാണ് ഇവൻ ബോധമില്ലാത്ത ഇവൻ വല്ലതും വെള്ളം അടിച്ചിട്ടാണ് ഇവൻ കളിക്കാൻ ഗെയിമിൽ കയറി. ഇതെന്തൊക്കെയാണ് അവനെ പിന്നെ നമ്മൾ എത്ര കില്ലെടുത്ത്? ഇവിടെ 26 കില്ല. എടാ അപ്പോൾ ടീമേറ്റ് ഒന്നും പണി പോലും എടുക്കണ്ടടാ. ഒരുത്തനൊക്കെ 2 കില്ലെടുത്തിട്ട് ഇത് 2 കില്ലി 1 കില്ലി മുട്ടക്കില്ലൊക്കെ എടുത്ത് നമ്മൾ മാത്രമേ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് മാത്രമേ കളിക്കാൻ അറിയുള്ളൂ. മംഗളത്ത് വാഴുന്ന പൊന്നു ഭഗവതി. ഓ അവനെ ഫിനിഷ് ചെയ്യട്ടെ ആരെങ്കിലും നിന്ന്. നല്ലൊരു കില്ല് പോകും. ഇവരെ കണ്ട പേടിച്ച് പുറകിലായിട്ട് പോകും. നമ്മളെ കണ്ട എടാ അവിടെ ഒരുത്തനുണ്ടോ കിട്ടിയ തരത്തിൽ കളിച്ചിട്ട് എന്താടാ ഒരു ശ്രദ്ധയില്ല. ആർക്കും കളിക്കാൻ അറിയാൻ മേലല്ല. ഞാനും എൻ്റെ ഒരു കൊള്ളാം. നല്ല ഐശ്വര്യം. ഈ വീഡിയോ ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ എപ്പിസോഡിനെക്കാളും വലിയ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അതിനെക്കുറിച്ച് ഇനി എൻ്റെ കൂട്ടുകാരന്മാരും കുറ്റം പറയാം. നല്ലൊരു വീഡിയോ എന്ന് ആയിരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് വരേക്കും ഒരു ചെറിയ ബ്രേക്ക്.